ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. കഴിവതും ഷോർട്സ് ആയിട്ട് ചെയ്തിടുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഇത് റെഡ് വെൽവെറ്റ് കേക്ക്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പം റെഡ് വെൽവെറ്റ് കേക്ക് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നതിൻ്റെ അത്രയും ഡാർക്ക് കളറല്ല കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ ഇച്ചിരി നല്ല ഡാർക്ക് കളറായിട്ട് തോന്നും. എപ്പോഴും നമ്മൾ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് കുറേശ്ശെ കളറ് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ആവശ്യത്തിന് കളറാക്കി എടുക്കുക വേണ്ട കേട്ടോ. കാരണം ഇതിനകത്ത് നമ്മൾ ബട്ടർ മിൽക്കും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഇതുകൊണ്ട് ഇച്ചിരി കൂടി നല്ല ബ്രൈറ്റ് കളറ് വരും. നമ്മളങ്ങനെ ബേക്കിംഗ് ഒക്കെ ചെയ്ത് നന്നായിട്ട് ആറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ആ ഒരു മിക്ക കേക്കുകളും മാക്സിമം 1 kgയുടേതൊക്കെ ഒരു 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനും ഇവിടെ ഇപ്പം 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരേപോലെ വരാനായിട്ട് നമ്മൾ ഒരു ഏകദേശം ഒരു ഐഡിയ അനുസരിച്ച് 3 ഇതായിട്ടങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് അകത്തൊക്കെ നല്ല നല്ല കളറാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ പുറത്തിടാനായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഇടഭാഗത്തുനിന്ന് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. നമ്മൾ എന്നിട്ട് ഇനി ഐസിങ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ബോർഡയിൽ തേച്ച് കൊടുത്തേച്ച് സെൻറ്റർ നോക്കണം. എപ്പോഴും നമ്മൾ ആ ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് കേക്ക് വയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. എങ്കിലേ നമ്മൾ ഐസിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കിന്, ഇല്ലെങ്കിൽ കുറച്ച് ഭാഗത്തേക്ക് തള്ളിയിരിക്കും. ഐസിങ് ചെയ്യുമ്പോഴത്തേക്കിനത് നമുക്ക് അതിൻ്റെ വൃത്തികേട് മനസ്സിലാവാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാദ്യമേ ശ്രദ്ധിക്കണം. കഴിവതും മാക്സിമം സെൻറ്ററിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ പേര് വല്ലതും നമുക്ക് ആ ബോർഡിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി സ്പേസ് വിടുക. അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇച്ചിരി നല്ല എമൗണ്ടിൽ ഷുഗർ സിറപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓരോന്നിനും ഷുഗർ സിറപ്പ് എടുക്കണ്ടല്ലോ. ഇച്ചിരി കൂടുതൽ അത്യാവശ്യം വലിയൊരു ബോട്ടിലിനകത്താക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എപ്പോഴും ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിനകത്ത് നമ്മുടെ ചെറിയില്ലേ, അത് 2-3 ഇടും. അതിൻ്റെ ഒരു ഫ്ലേവർ വരും. അപ്പോൾ നോർമൽ കേക്കിനൊക്കെ നമുക്ക് ഐസിങ് ചെയ്യാൻ അത് മതി. അല്ല ഇപ്പം മിൽക്ക് ഉപയോഗിച്ച് ഐസിങ് ചെയ്യുന്ന നമ്മുടെ ഷുഗർ സിറപ്പിന് പകരം മിൽക്ക് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ നമ്മുടെ കസ്റ്റമറിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ ലെയറിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ക്രീം അതും കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് ചോദിക്കണം. ചില കസ്റ്റമേഴ്സ് നമ്മളോട് പറയും അധികം ക്രീം വേണ്ട, അധികം കളറ് വേണ്ട, തിൻ ലെയറായിട്ട് ക്രീം കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടു കൊടുത്തേക്കുവാണ് നമ്മൾ ക്രീമിൻ്റെ അളവ്, അതിൻ്റെ ഫില്ലിങ്സിൻ്റെ അളവ് ഒക്കെ. ഇപ്പോൾ എല്ലാ കേക്കിലും നമുക്ക് ഒരേപോലെ ഫില്ലിങ്സ് കൊടുക്കണം എന്നില്ല. ചില കസ്റ്റമേഴ്സ് പറയും ഒത്തിരി വേണ്ട. അത് ഡിപ്പെൻസ് അപ്പോൺ റേറ്റ്, കേക്കിൻ്റെ റേറ്റ്, പിന്നെ കസ്റ്റമേഴ്സിൻ്റെ പ്രയോറിറ്റി, അതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യണം. അപ്പം ഈ കേക്കിനകത്ത് ഞാൻ അധികം ക്രീം നമ്മുടെ ലെയേഴ്സിലൊന്നും ഒത്തിരി അപ്ലൈ ചെയ്തിട്ടില്ല. കസ്റ്റമറും പറഞ്ഞു അത്ര തിക്കായിട്ട് ക്രീം ഇടണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ തിൻ ലെയറായിട്ട് വിപ്പിംഗ് ക്രീം കൊടുത്ത്, പിന്നെ റെഡ് വെൽവെറ്റ് കേക്കിന് ഞാൻ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡില്ലേ, മിൽക്ക് മെയ്ഡ് നന്നായിട്ട് കേക്കിനകത്ത് എല്ലായിടത്തും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ 2 ഫില്ലിങ്സ് മാത്രമേ നോർമൽ ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൽ നമ്മൾ കൊടുക്കാറുള്ളൂ. ഈ ചീസ് ക്രീമിൻ്റെയൊക്കെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നമ്മൾ അതിൻ്റെ റേറ്റ് വരുമ്പോഴും സെപ്പറേറ്റ് നമ്മൾ റേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കേക്കിനും ഒരേ ടേസ്റ്റ് അല്ല, എല്ലാത്തിനും ഒരേ റേറ്റ് അല്ല. ഇതിൻ്റെ എല്ലാം നമ്മൾ കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു കസ്റ്റമറിന് ക്രീം ചീസ് ചെയ്തിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ് വേണ്ടുന്നതെങ്കിൽ അതെല്ലാം അവരോട് നമ്മൾ ചോദിച്ച് റേറ്റും പറഞ്ഞ് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളൊരു ഓർഡർ എടുക്കുന്നത് അല്ലേ. അപ്പം കസ്റ്റമറിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചാണ് നമ്മൾ ഒരു കേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലാതെ അവർക്ക് ഇഷ്ടം എന്താണെന്ന് അറിയാതെ നമ്മൾ ചെയ്തിട്ട് ലാസ്റ്റ് പ്രൈസിന് പ്രശ്നം വരും. അവരുമായിട്ട് പിന്നെ അങ്ങനത്തെ ഒന്നും നമ്മൾ സംസാരത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ
നമ്മളൊരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം ഓർഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതിന് എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം അങ്ങനെയുള്ളവരെല്ലാം അതനുസരിച്ചാണ് അവർ ഓർഡേഴ്സ് എടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഒരു കേക്ക് ഇതേപോലെ അഡ്വാൻസ് മാത്രം തന്നിട്ട് നമുക്ക് ആ കംപ്ലീറ്റ് പൈസ എമൗണ്ട് കിട്ടാത്തൊരു അവസ്ഥയുണ്ടായി. അപ്പം തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഏത് കേക്കിനും നമ്മളൊരു ചെറിയ പേയ്മെൻറ്റ് വാങ്ങിക്കണം. അഡ്വാൻസ് വിശ്വാസമുണ്ടെങ്കിൽ ഒക്കെ കുഴപ്പമില്ല. പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളൊരു അഡ്വാൻസ് പേയ്മെൻറ്റ്, അത് നമ്മൾക്ക് രണ്ടുണ്ട് ഗുണം. ഒന്ന്, ഓർഡർ കൺഫേം ആണെന്നറിയാൻ. പിന്നെ ഇൻ കേസ് എനിക്ക് ഒരു കേക്കിന് ഫുൾ പേയ്മെൻറ്റ് കിട്ടിയില്ല, അതിൻ്റെ ഒരു 700 സംതിങ് എനിക്ക് ഇനിയും കിട്ടാൻ കിടക്കും. അപ്പം അതൊക്കെ ഞാനത് വേണ്ടാന്നുള്ള രീതിക്ക് മൈൻഡിനെ സെറ്റാക്കി. അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് വട്ടം ഞാൻ ചോദിച്ചു, എന്നിട്ടും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഓക്കെ, ഇനിയിപ്പോൾ അതിന് ഞാൻ ചോദിക്കത്തില്ല എന്നുള്ള രീതിക്ക് ഞാൻ മൈൻഡിനെ സെറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വാൻസ് ചോദിച്ച്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1000 രൂപയുടെ കേക്കാണെങ്കിൽ നമുക്ക് പാതി പൈസയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗമോ വാങ്ങിക്കാം അഡ്വാൻസ് ആയിട്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിക്കണം. പിന്നെ പ്രിൻ്റ് എടുക്കുക. ഞാനിപ്പം മാക്സിമം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപയുടെ എമൗണ്ടുള്ള ആ എമൗണ്ടിലൊരു കേക്ക് വരുവാണെങ്കിൽ പാതി പൈസ അഡ്വാൻസ് വാങ്ങിക്കും. അതേപോലെ പ്രിൻ്റ് എടുക്കുക. എഡിബിൾ ഷീറ്റിൽ എടുക്കുന്നവരുണ്ട്, അല്ലാത്തതുണ്ട് അല്ലേ. അപ്പം എഡിബിൾ ഷീറ്റിലൊക്കെ എടുക്കുക എന്ന് പറയുമ്പം അറിയാമല്ലോ, കേക്ക് ബേക്കേഴ്സിനൊക്കെ അറിയാം, നല്ല റേറ്റ് ആകും. അപ്പോൾ ആ റേറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അഡ്വാൻസ് നമ്മൾ എടുക്കും. അപ്പം നമുക്ക് ആ പൈസ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കാര്യത്തിന് എടുക്കാം. അതുകൊണ്ട് മാക്സിമം കേക്ക് ഓർഡർ എടുക്കുമ്പം അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിക്കാൻ തുടക്കക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇതിന് ഞാൻ അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ വാങ്ങിച്ച് ചെയ്തൊരു കേക്കാണ്. അപ്പോൾ ഫില്ലിങ്സൊക്കെ നല്ല കൂടുതൽ ഫില്ലിങ്സൊക്കെ കൊടുക്കണമെങ്കിൽ ഇതേപോലെ നല്ല ലാവിഷായിട്ട് ഇട്ടേക്കണം. അല്ല കുറച്ച് മതിയെങ്കിൽ അതിൻ്റെ അനുസരിച്ച് കേട്ടോ. മധുരവും അതേപോലെ. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഷുഗർ സിറപ്പും കാര്യങ്ങളും ഒക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല മധുരമായിരിക്കും കേക്കിന്. പിന്നെ ഈ റെഡ് വെൽവെറ്റ് കേക്ക് കളറ് ചേർക്കുന്ന എല്ലാ കേക്കിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പരിധിയിൽ കൂടുതൽ, അതായത് അളവിൽ കൂടുതലായിട്ട് കളറ് ചേർക്കുമ്പം അതിന് കയ്പ്പ് വരും. അപ്പം കസ്റ്റമേഴ്സിനോട് ചോദിക്കേണ്ട ഒരു കാര്യം ഇതാണ്, കളറ് നമ്മളിപ്പം ഐസിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്രം കോട്ടെല്ലാം ചെയ്ത് ഫിനിഷ് ലുക്ക് ഉണ്ടല്ലോ, ഫൈനൽ ലുക്ക് വരുമ്പോഴും ചില കസ്റ്റമേഴ്സിന് ഡാർക്ക് കളറിൽ നമ്മൾ ക്രീം ഇത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരോട് ആദ്യമേ പറയണം, ഇത്ര അളവിൽ കൂടുതൽ കളറ് ചേർക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് എന്ത് വരും, കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. എല്ലാ കളറിനും അല്ല, ചിലതിന് ഈ റെഡിനൊക്കെ അത് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ അവരോട് ചോദിച്ചിട്ട് അപ്പോൾ ഇച്ചിരി കളർ കുറയ്ക്കാൻ മാക്സിമം ഞാനൊക്കെ കഴിവതും എൻ്റെ കേക്കിനകത്ത് കളർ അധികം ഉപയോഗിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. കസ്റ്റമേഴ്സിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഇന്ന കളറ്, അതും ഡാർക്ക് കളറായിട്ട് ചെയ്യാൻ എൻ്റെ അടുക്ക് പറയുമ്പോൾ ഞാൻ പറയും ഇത്ര ഇതിൽ അളവ് കളറ് ചേർക്കുമ്പം നമുക്ക് കയ്പ്പ് വരും. അപ്പം അത് മാക്സിമം അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അടുക്ക് അങ്ങോട്ട് പറയാറുണ്ട് കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾക്കും കൂടെ ഒക്കെ വേണ്ടിയിട്ടുള്ളതല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയല്ലേ, ഹെൽത്തിന് നമ്മൾ ഇത് കൊടുക്കണമല്ലോ. അപ്പം അത് ഞാൻ പറയാറുണ്ട്. പിന്നെ കേക്ക് മൈദ എന്നൊക്കെ പറയുന്ന അത്ര ഹെൽത്തി അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എല്ലാ ദിവസവും ഇതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ആ ഒരു ഇതിൽ നമുക്ക് പറഞ്ഞ് കൊടുക്കാം, ചില കസ്റ്റമേഴ്സിനോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ തുടക്കക്കാരെപ്പോഴും ഉണ്ടല്ലോ, ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പൈപ്പിംഗ് ബാഗിനകത്താക്കി നമ്മുടെ വിപ്പിംഗ് ക്രീം ലാസ്റ്റ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എല്ലായിടും ഈവനായിട്ട് ആ ക്രീം കിട്ടും. നമുക്ക് ഈ സ്പാച്ചിൽ വെച്ച് ഒത്തിരി പണിയില്ല അന്നേരം. ജസ്റ്റ് നമ്മുടെ ഏതെങ്കിലും സ്ക്രേപ്പറാണേലും വെച്ച് നമുക്ക് ഫുള്ള് ഒന്ന് സെറ്റ് ചെയ്യാം, എളുപ്പമായിരിക്കും കേട്ടോ. ഒത്തിരി മെനക്കെടാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ക്രം കോട്ട് ചെയ്യുക. അതാകുമ്പോൾ ഈ ക്രംസൊക്കെ വെളിയിൽ വരാതെ, പ്രത്യേകിച്ച് റെഡ് വെൽവെറ്റ് കേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്രംസ് വെളിയിൽ വന്നാൽ നല്ല പണിയാണ്. കാരണം ഈ ഇതിൽ നമ്മൾ കവർ ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ റെഡ് കളറിലെ മിക്സ്ഡ് ആവും, പിന്നെ നമുക്ക് വീണ്ടും ഇരട്ടി പണിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ക്രം കോട്ട് കറക്റ്റായിട്ട് ചെയ്യുക. റെഡ് വെൽവെറ്റ് എല്ലാ കേക്കിലും കഴിവതും അത് ചെയ്യുക കേട്ടോ.
അങ്ങനെ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാനായിട്ട് വലിയ പാടില്ല. പിന്നെ ഇങ്ങനെ ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം, എവിടെങ്കിലുമൊക്കെ അതായത് ഇത് ശരിയല്ല എന്നുണ്ടെങ്കിൽ, അലൈൻമെൻറ്റ് ശരിയല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് കളയേണ്ടതുണ്ടോ, ഇച്ചിരി സ്പഞ്ച് എവിടെയിട്ടേലും തള്ളിയിരിക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് നീറ്റാക്കി കൊടുക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ ഈ ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ബോർഡിൽ, കേക്ക് ബോർഡിലുള്ള ഈ ഷുഗർ സിറപ്പ് ചിലപ്പം സ്പ്രെഡാക്കിയത് അവിടെ ഇവിടെയൊക്കെ തെറിച്ചിരിക്കാം, ക്രീം ഇരിക്കാം, പിന്നെ ഇതിൻ്റെ ക്രംസ് തന്നെ പൊടിഞ്ഞ് വീണ് കിടക്കാം. അതൊക്കെ നമ്മൾ ഈ ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം, അതായത് ക്രം കോട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് നനച്ച് നല്ല പിഴിഞ്ഞ് നല്ല നീറ്റാക്കി ഒന്ന് തുടച്ച് കൊടുക്കാം. അതിൻ്റെ ബോർഡ് മാത്രം, ഓവറായിട്ട് വെറ്റാവാൻ പാടില്ല തുണി കേട്ടോ. അപ്പം അങ്ങനെ അത് വെച്ച് ഒന്ന് തുടച്ച് നല്ല നീറ്റാക്കിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ ഇത് ആവാനായിട്ട് എടുത്ത് വയ്ക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തുടയ്ക്കാതെ വെക്കുന്നതെങ്കിലില്ലേ, ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇത് ആ ബോർഡെല്ലാം പാട് വീഴും. പിന്നെ നമ്മൾ എത്ര തുടച്ചാലും അത് പോകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ ആ ബോർഡ് എപ്പോഴും അത് നല്ല നീറ്റായിട്ട് തുടച്ച് നീറ്റാക്കിയതിന് ശേഷം മാത്രമേ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കേക്കുകളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനീ പറയുന്നത് പോലൊരു സ്ഥാപനത്തിൽ പോയി പഠിച്ചിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന അങ്ങനെയൊന്നുമല്ല. ഞാനും ഇതേപോലെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കുറേശ്ശെ ഉണ്ടാക്കി അപ്പുറം ഇപ്പുറമൊക്കെ കൊടുത്ത് ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്